ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ താങ്കൾക്ക് ഒരു യാത്ര ചെയ്യേണ്ടതുണ്ട്. അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ, പഠനം എല്ലാം കാണുന്നുണ്ട്. ഒരു മുന്തിരി എടുക്കുക, അത് കഴിച്ചുകൊണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാറുന്നതായിട്ട് മനസ്സിലൊന്ന് ആലോചിക്കുക. അഞ്ചു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ മാനിഫെസ്റ്റേഷന്റെ ശാസ്ത്രീയത്തെ കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ്. അഞ്ചു ഈ വർഷം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് അച്ചീവ് ചെയ്യണം, നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ, സമീപ ഭാവിയിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാലോചിക്കുക. ആലോചിച്ചോ? ഇനി ചെയ്യേണ്ടത് ഇതൊന്നൊരു മുന്തിരി എടുക്കുക. ഈ മുന്തിരി എടുത്തിട്ട് കഴിച്ചിട്ട് ആ കാര്യം യാഥാർത്ഥ്യമായിട്ട് റിയൽ ആയിട്ട് മാറുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഒരു മുന്തിരി എടുക്കുക, അത് കഴിച്ചുകൊണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാറുന്നതായിട്ട് മനസ്സിലൊന്ന് ആലോചിക്കുക. വലത് കേന്ദ്രം പതിയെ അതിങ്ങനെ ചവച്ചിറക്കി ആ കാര്യമെല്ലാം യാഥാർത്ഥ്യമാകുന്നതായിട്ട് മനസ്സിലൊന്ന് ആലോചിക്കുക. ഒരു യാത്ര കാണുന്നുണ്ട്. ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ താങ്കൾക്ക് ഒരു യാത്ര ചെയ്യേണ്ടതുണ്ട്. പുറത്തേക്ക് ഇവിടെയാണ് യാത്ര ചെയ്യുന്നത്. അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ, പഠനം എല്ലാം കാണുന്നുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ടതാണ്. പഠനം, ജോലി എല്ലാമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ യാത്ര കാണുന്നുണ്ട്, പുസ്തകങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് കൊളീഗ്സ്, പഠിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഒരുപാട് ഗവേഷകരെ കാണുന്നുണ്ട്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇപ്പൊ PG ആണ്, PG അല്ലേ, ഉപരിപഠനം ആണെന്ന് തോന്നുന്നു. പുറത്തേക്ക് എവിടെയോ എന്തോ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ, എങ്കിലും സയൻസ് വിഷയത്തിൽ തന്നെ എന്തോ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അതാണ് ആഗ്രഹം, ശരിയല്ലേ? ഓക്കെ. പുറത്തെവിടെയാണല്ലേ, എവിടെയാ? യൂറോപ്പ്, മെക്സിക്കോ. പക്ഷെ ഇത് കൂടാതെ വേറൊരു ആഗ്രഹം കൂടെ ഇങ്ങനെ ഉണ്ട്, മനസ്സിലുണ്ട്. ഇതല്ലാതൊരാഗ്രഹം, പക്ഷെ അത് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടില്ല, പക്ഷെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തന്നെ. എനിക്കൊന്ന് ഭയങ്കര പഠനത്തോട് വലിയ താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അത് കോളേജ് അധ്യാപകം അങ്ങനെ എന്തെങ്കിലും ആണ്. ഓക്കെ. പക്ഷെ ഇതിന്നൊക്കെ തടയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും സ്വയം മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നല്ലേ. മറ്റുള്ളവരെ വെച്ച് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അച്ചീവ് ചെയ്യുന്നില്ല, മറ്റുള്ളവരൊക്കെ അങ്ങനെ ഉയർന്നു പോകുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ എത്താൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിക്കാറുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് 5 വർഷം മുമ്പുള്ള അഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ നമ്മൾ എത്രത്തോളം എത്തിയെന്ന് മനസ്സിലാവും. പുണർത നക്ഷത്രമാണ് അല്ലേ? ഓക്കെ. എനിവേ, ഈ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എവിടെയെങ്കിലും സ്റ്റക്കായെന്ന് തോന്നും, അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തളർന്നു, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു, ആത്മവിശ്വാസം ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്ന സമയത്ത് മാത്രം, ഇതിൽ ഞാൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് തുറന്നു നോക്കുക. അങ്ങനെ തോന്നുന്ന സമയത്ത് മാത്രം. ഓക്കെ. താങ്ക് യു സോ മച്ച്.